നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുമായി UDF-നെ നമുക്ക് അധികാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കേരളം ഭരിക്കുന്ന ഈ സർക്കാർ എത്രയും പെട്ടെന്ന് താഴെ ഇറങ്ങണം. ജനങ്ങളെ മുഴുവൻ പ്രയാസപ്പെടുത്തുന്ന ഒരു ഗവൺമെന്റാണ്, ജനങ്ങൾ വെറുക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിൽ. പക്ഷെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ അത് മാത്രം പോരാ. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കൃത്യമായ മുന്നൊരുക്കങ്ങൾ വേണം, തയ്യാറെടുപ്പുകൾ വേണം. അതിനുവേണ്ടി പൂർണ്ണമായ അർപ്പണബോധത്തോടു കൂടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് കൃത്യമായ റിസൾട്ട് ഉണ്ടാകുന്നത്. നമുക്ക് എവിടെയും തെരഞ്ഞെടുപ്പ് ജയിക്കാൻ നമുക്ക് കഴിയും എന്ന് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമ്മൾ നിരവധി സ്ഥലത്ത് നമ്മൾ തെളിയിച്ചു. നമ്മൾ ജയിച്ചതൊന്നും നിസ്സാരമായ ഭൂരിപക്ഷത്തിലല്ല, ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിലാണ് നമ്മൾ ജയിച്ചത്. ഏറ്റവും അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ CPM കഴിഞ്ഞ 10 വർഷമായി അവരുടെ കയ്യിലിരിക്കുന്ന സീറ്റാണ് 11,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമ്മൾ തിരിച്ചുപിടിച്ചു. അപ്പൊ തയ്യാറെടുപ്പ് നടത്തി ഒരു ടീമായി വർക്ക് ചെയ്താൽ നമുക്ക് ജയിക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആവശ്യപ്പെടുന്നത്. ഈ ഗവൺമെന്റിനും അതിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം, അവരെ കാത്തിരിക്കുന്നത് കനത്ത തോൽവിയാണ്. ആ കനത്ത തോൽവിയാണ് കാത്തിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുണ്ടായിരിക്കുന്ന വിഭ്രാന്തിയാണ് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന പല പരിപാടി. കഴിഞ്ഞ 9.5 കൊല്ലമായി ഇല്ലാത്ത അയ്യപ്പ ഭക്തിയാണ് പിണറായി വിജയനും കൂട്ടുകാർക്ക് ഇപ്പോൾ ഉണ്ടായി. നമുക്കറിയാം, ആചാര ലംഘനം നടത്താൻ കൂട്ടുനിന്ന്, ഞാൻ പറഞ്ഞത് ഇത് നടത്താൻ തീരുമാനം നന്നായിരുന്നു. എന്താ എല്ലാ ആളുകൾ ഇപ്പൊ ഓർക്കുവാണ് പഴയതല്ല. ആചാര ലംഘനം നടത്തി രാത്രി 2 പേരെ അകത്ത് കയറ്റാൻ പോലീസിന്റെ സഹായത്തോടു കൂടി CPM നടത്തിയ, പിണറായി ഭരണകൂടം നടത്തിയ ശ്രമം ഇപ്പൊ എല്ലാവരും ഓർക്കുന്നു. ആളുകൾക്ക് മറക്കുമായിരുന്നു, അതെല്ലാം ഇപ്പൊ ആളുകൾ ഓർക്കും. ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്ന ആചാരങ്ങൾ പാലിക്കുന്നതിന് വേണ്ടി കൊടുത്ത സത്യവാങ്മൂലം പിണറായി സർക്കാർ വന്നതിന് ശേഷം, സാധാരണ അങ്ങനെ അഫിഡവിറ്റുകളൊന്നും വലിയ തിരുത്താറില്ല, ഗവൺമെന്റുകൾ തുടർച്ചയാണ്. പക്ഷെ പിണറായി സർക്കാർ വന്നതിന് ശേഷം ശബരിമലയെ സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്ന സത്യവാങ്മൂലം തിരുത്തി ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന നിലപാട്. അയ്യപ്പ സംഗമം നടത്താൻ ഇപ്പൊ പ്രഖ്യാപിച്ചപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഗവൺമെന്റിന് മുന്നാകുകയാണ്. ഒന്ന്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അയ്യപ്പ ഭക്തിയുടെ ഭാഗമായി സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറുണ്ടോ? മുഖ്യമന്ത്രിയോ ദേവസ്വം മന്ത്രിയോ ഒരാളും മറുപടി പറഞ്ഞിട്ടില്ല. തിരുത്തണ്ടേ? തിരുത്താതെ അയ്യപ്പ സംഗമത്തിൽ പോയാൽ അതിന്റെ അർത്ഥം എന്താണ്? 2, അന്ന് UDF ഉറച്ച നിലപാടെടുത്ത് ഒറ്റക്കെട്ടായി അയ്യപ്പ ഭക്തരുടെ കൂടെ നിന്നു, ഇല്ലേ? അന്ന് UDF പ്രവർത്തകർക്കുൾപ്പെടെ നാമജപ ഘോഷയാത്ര നടത്തിയ സ്ത്രീകൾക്കുൾപ്പെടെ ആയിരക്കണക്കിന് കേസുകൾ സംസ്ഥാനത്തുടനീളം എടുത്തു. ഉമ്മൻചാണ്ടിക്കെതിരായി കേസുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്കെതിരായി കേസുണ്ട്, നിരവധി UDF നേതാക്കന്മാർക്കെതിരായി, സിദ്ധേശ്വരനെതിരായിട്ടൊക്കെ കേസുണ്ട്. കേസുകൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് ഉറപ്പ് നൽകി. കേസുകൾ പിൻവലിച്ചിട്ടില്ല. ആ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? 2ാമത്തെ ചോദ്യം. 3ാമത്തെ ചോദ്യം, ഇപ്പൊ പറയാണ് അയ്യപ്പ സംഗമത്തോടൊപ്പം ഞങ്ങളൊരു ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാണ്. എപ്പോഴാ? ഇലക്ഷൻ നടത്താൻ പോകുന്നതിന്റെ, ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ പോകുന്നതിന്റെ തൊട്ടുപുറത്താണ്. 9.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ശബരിമലയിൽ വികസനം ഉണ്ടാകണം എന്ന ഭൂതോദയം ഈ സർക്കാരിനുണ്ടായി. മാസ്റ്റർ പ്ലാൻ ഇപ്പോ ഇത്രയും നാൾ തിരിഞ്ഞു നോക്കിയില്ല. ശബരിമലയിലെ UDF ഗവൺമെന്റ് ചെയ്തതല്ല, ശബരിമലയുടെ വികസനത്തിന് തടസ്സമായി നിന്നത് വനഭൂമി ഏറ്റെടുക്കുന്ന പ്രശ്നമാണ്. ഏറ്റവും സങ്കീർണമായ പ്രക്രിയയായിരുന്നു വനഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത്.
ഉമ്മൻചാണ്ടി സർക്കാർ നിശ്ചയദാർഢ്യത്തോടു കൂടി 112 ഹെക്ടർ വനഭൂമിയാണ് ശബരിമല